ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളോട് എന്തൊക്കെയാ പറയേണ്ടത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രേഖയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ടൈറ്റിൽ പറയുന്ന പോലെ ഹോസ്റ്റലിൽ പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞാനിപ്പോൾ ആദ്യമായിട്ടായിരുന്നു ഹോസ്റ്റലിൽ പോകുന്നത്. അതെന്റെ ബ്ലോഗ്സ് വഴി നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് എൻ്റെ ഡെയിലി ബ്ലോഗ്, ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം തൊട്ട് ഇപ്പം ഇത്രയും ദിവസമായി ഈ ഒരു ഡേയ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഹോസ്റ്റലിൽ പോകുന്നത്, അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്, ആരോടെങ്കിലും നമ്മൾ സംസാരിക്കണോ ചെയ്യണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ തരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് നിങ്ങൾ ഇതുപോലെ ഹോസ്റ്റലിൽ പോയിട്ടുള്ള കുറേ വ്യൂവേഴ്സിനെ കാണും. അപ്പോൾ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അലാറമാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ കിടക്കാൻ നേരത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കണം എന്നുള്ളൊരു ബേസിസിൽ അലാറം വെക്കും. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് 6 മണിക്ക് അലാറം വെക്കും, 6:15 അലാറം വെക്കും, അങ്ങനെ ഒരു 4-5 അലാറം ഒരു 1-1.5 മണിക്കൂറത്തേക്ക് കാണും. അപ്പൊ ആ അലാറംസ് അടിക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഓക്കെ, പക്ഷെ നമ്മൾ പുറത്തോട്ട് പോയിട്ട് ഒരു 4-5 പേരുടെ കൂടെ റൂം ഷെയർ ചെയ്യുവാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. 4-5 പേര് വേണ്ട, ഒരാളെങ്കിലും മതി. ആ ഒരാളുടെ കൂടെ തന്നെ വരുമ്പം അവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ കുറെ നേരമായിട്ട് അലാറം കിടന്ന് അടിക്കുവാണ്, നമ്മൾ എഴുന്നേക്കൊന്നുമില്ല, എന്നാൽ എഴുന്നേറ്റ് ഇത് ഓഫ് ആക്കുന്നുണ്ട്, പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അലാറം മാറുന്നില്ല, നമ്മൾ എഴുന്നേക്കൊന്നുമില്ല. അപ്പൊ ഒബ്വിയസ്ലി നമുക്കത് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം അലാറം അടിക്കുവാണ്, അപ്പൊ നമ്മൾ അത് ഓഫ് ആക്കുന്നു, നമ്മൾ എഴുന്നേക്കുന്നു, നമ്മുടെ കാര്യത്തിന് വേണ്ടി പോകുന്നെങ്കിൽ ഓക്കെ. കണ്ടിന്യൂസ് ആയിട്ട് സെയിം പ്രോസസ്സ് വരുമ്പം അവർക്കും അത് അനോയിങ് ആണ്, നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാള് സെയിം കൺസെപ്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കും അത് പിന്നെ നമ്മുടെ ഉറക്കത്തെയും ബാധിക്കും. പിന്നുള്ളത് ലൈറ്റ് ആണ്. അപ്പം നമ്മളിപ്പം രാവിലെ തൊട്ടൊരു 6 മണി വരെയും നമുക്ക് ഇപ്പം ലൈറ്റ് റൂമിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യരുതെന്നല്ല, യൂസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞിട്ട് ഒരാൾ കിടന്നുറങ്ങുവാണ്, അല്ലെങ്കിൽ രാത്രി ഒരു 3 മണിക്ക് നമുക്ക് ഇപ്പൊ ബാഗ് പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിക്കാം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മളിപ്പോ ലൈറ്റ് ഓൺ ആക്കുവാണെങ്കിൽ അത് ചിലപ്പോൾ ഉറങ്ങുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ അച്ഛനോ അമ്മയോ വന്ന് ലൈറ്റ് ഒന്ന് ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാനെല്ലാം. അതേ സെയിം കൺസെപ്റ്റ് ഹോസ്റ്റലിലും. ഇവിടെ പക്ഷെ നമുക്കറിയാവുന്ന ആൾക്കാരല്ല, നമുക്കറിയാത്ത കുറെ ആൾക്കാരുടെ കൂടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മാക്സിമം നമ്മുടെ ബാഗ്, ഇപ്പൊ പാക്കിങ്ങിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ബാഗ് മാക്സിമം പാക്ക് ചെയ്ത് വെക്കുക. മാക്സിമം ഇപ്പം ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അലക്കി കഴിഞ്ഞിട്ട് മടക്കി വെക്കുവാണെങ്കിൽ അത് ഓൾറെഡി പാക്കഡ് ആണ്. പിന്നെ ചില കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അത് പിന്നെയും നമുക്ക് ഇപ്പൊ ലൈറ്റിന്റെ വെളിച്ചത്തിലാണെങ്കിലും പാക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സാധനങ്ങൾ പുറത്തെടുത്ത് വെക്കുന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ഇപ്പം കീപ്പ് ചെയ്യുന്നത് മാക്സിമം ബാഗ് പാക്ക് ചെയ്ത് തന്നെ വെക്കും. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അല്ലാതെ ഡെയിലി യൂസേജിന് പുറത്തെടുക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ ഞാൻ പുറത്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ കുപ്പിവെള്ളം, പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പുറത്ത് മാറ്റി വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം മാക്സിമം ഞാൻ പാക്ക് ചെയ്ത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. പാക്കിങ്ങിന്റെ കാര്യം അതങ്ങനെയാണ്. പിന്നെ ലൈറ്റ് വരുമ്പം ഓക്കെ, രാത്രി ഇപ്പം ബാത്റൂമിൽ പോകാനാണെങ്കിലും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആണ്. കാരണം എൻ്റെ കൂടെ ഉള്ള ആളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളൊരു ബേസിസിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോൺ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കി നിങ്ങളിപ്പം എവിടാണ്, ഇപ്പം 4-5 പേരുടെ കൂടാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറണം. പിന്നെ കൂടുതലും ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് 2 റൂമിന്റെ നടുക്ക് തന്നെ ഒരു ജനാല പോലുണ്ട്. അപ്പൊ ആ ജനാലയിലെ പുറകിൽ എന്തായാലും ലൈറ്റ് ഓൺ ആയിരിക്കും. കാരണം അതൊരു ബാത്റൂം ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ഓൺ ആയിരിക്കും. അപ്പൊ ആ ലൈറ്റ് കാണും എനിക്കിപ്പൊ നടക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേക്കാനോ ജസ്റ്റ് എന്തെങ്കിലും റൂമിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാനോ ആ ഒരു ലൈറ്റ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വരാറില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫോൺ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും സംസാരിക്കണോ
എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ എല്ലാരും കൂടുതലും ആൾക്കാർ ഇപ്പൊ ഇൻട്രോവേർട്സ് ഉണ്ട്, എന്നാൽ എല്ലാവരോടും ചാടിക്കേറി സംസാരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഒരു ഇൻട്രോവേർട്ട് ആണ്, എന്നാൽ ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ആളുമാണ്. രണ്ടും കൂടെ ഒരു മിക്സപ്പ് ആയിട്ടാണ്. എന്നാൽ എനിക്ക് കമ്പനി ആവണം, ഒരാളുമായിട്ട് കമ്പനി ആയെങ്കിലായിരിക്കും ചിലപ്പോൾ ഞാൻ അവരോട് തുറന്ന് സംസാരിക്കുന്നത്. അപ്പം ആൾക്കാരോട് സംസാരിക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് അതായത് നമ്മുടെ ഇപ്പം റൂം ഷെയർ ചെയ്യുന്ന ആൾക്കാരുമായിട്ടാണെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് ജസ്റ്റ് ഒരു ഹായ് ഹലോ എവിടുന്നാണ് വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചു വെക്കാം. കൂടുതൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വറീഡ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് അവരുമായിട്ട് ഒരു ഹോസ്റ്റലിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് വയ്യാതെ വരുവാണെങ്കിലും നമുക്കൊന്ന് അറിയിക്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ റൂംമേറ്റ്സേ കാണത്തുള്ളൂ ആ സമയത്ത്. അപ്പൊ അവരുമായിട്ടൊരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യുക ബെറ്റർ ചോയ്സ് ആണ് നമ്മൾ ലോങ് ടേമിൽ നിൽക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും അവരോട് ജസ്റ്റ് എന്താണ്, എവിടുന്നാണ് വരുന്നത്, ഫുഡിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയാണ്, എന്താണ്. അപ്പം ആ ഒരു സ്ഥലത്ത് നേരത്തെ നിന്നവരാണെങ്കിൽ അവരോട് ആ സ്ഥലത്തിനെ പറ്റി ചോദിക്കാം. എങ്ങനെയുണ്ട് സ്ഥലം, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം, എവിടാണോ ഒന്ന് സജസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുവാണെങ്കിൽ അവർ പറഞ്ഞുതരും. ഇപ്പം എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൊട്ട് അവിടെ ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു 1 വേ കൂടായിരുന്നു. അത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. എനിക്ക് ഫോണൊന്നും യൂസ് ചെയ്തിട്ട് ആ വഴി കൂടെ പോകാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തത് കൊണ്ട് കുഴപ്പമില്ലാതെ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അതായത് റൂംമേറ്റ് എന്നോട് ചോദിച്ചു, എങ്ങനാ, ഞാൻ ആ വഴിയാണല്ലോ വന്ന, കണ്ടില്ലല്ലോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ആ വഴി തന്നെയാ വന്നത്, ഞാനും പുള്ളിക്കാരെ കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ പിറ്റേ ദിവസം വീണ്ടും അതേ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഏത് വഴിയാ വരുന്നത്, ഞാൻ ആ 1 വേ വഴിയാണ് വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട്, എന്തിനാ അത്രയും കറങ്ങി പോകുന്നത്, തൊട്ടപ്പുറത്ത് ഒരു ഇടവഴി ഉണ്ട്, ആ ഇടവഴി കൂടെ പോക്കൂടെ. അങ്ങനെ ഇടവഴി കൂടാണ് പോയത്. പുള്ളിക്കാരിയാണ് എനിക്ക് പറഞ്ഞു തന്നെ, ഇന്ന ഇടവഴി ഉണ്ട്, ആ ഇടവഴി കൂടെ പോയെങ്കിൽ ഈ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ആകെ 2 മിനിറ്റേ ഉള്ളൂ. അതായത് മേളിലാണ്, മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഹോസ്റ്റലായി, വീണ്ടും തിരിച്ച് അങ്ങോട്ട് കയറിപ്പോയാൽ മതി. വളരെ എളുപ്പം. മറ്റേതാണെങ്കിൽ ഞാനൊരു 15 മിനിറ്റോളം ഇങ്ങനെ നടക്കണം, അതും അത്രയും ഭയങ്കര ട്രാഫിക്കില്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു കോമൺ കാര്യങ്ങൾ സംസാരിക്കുക, ആ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെന്റ് വേണം. ജസ്റ്റ് ഒരു ഹായ് ഹലോ മതി, അത്രയെങ്കിലും പറഞ്ഞാൽ മതി. നമ്മള് എന്താണ്, പിന്നെ കൂടുതൽ നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹായ് ഹലോ, എവിടുന്നാണ് വരുന്നത്, എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവരും അപ്പൊ സെയിം കൺസെപ്റ്റ് നമ്മളോട് തിരിച്ചു ചോദിക്കും. അവർക്കും എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഒരു എന്തുവാ മിംഗ്ലസേ ആണോ എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം കാണും. അത് നമ്മൾ പരസ്പരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് സെറ്റ് ആവും, കുഴപ്പമില്ല. ലോക്ക് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം വാല്യൂബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ്, ഫോണ്, അല്ലെങ്കിൽ പൈസ നമ്മൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വർണം ഉണ്ട്, അത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കണോ വേണ്ടായോ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഒരു ചെറിയൊരു ബാഗ് കയ്യിൽ സൂക്ഷിക്കുക. ആ ബാഗിൽ കൂടുതലും ഇങ്ങനെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഇപ്പം ലാപ്ടോപ്പ് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ആ ഒരു രീതി നോക്കുക. അല്ലെങ്കിൽ സെയിം ലാപ്ടോപ്പ് അവിടെ റൂമിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മാക്സിമം ഹോസ്റ്റൽസിലും ആൾക്കാര് നമ്മുടെ സ്റ്റഫ് നോക്കാൻ പോകുന്നില്ല. കാരണം നമ്മളൊരു റൂമിലിരിക്കുമ്പം ഒരു 4-5 പേരുടെ കൂടാണ് നമ്മൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ 4-5 പേരിൽ ആരെങ്കിലും ഒരാള് അങ്ങനെയുള്ളവരാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ മെഷർ ആയിട്ട് ലോക്ക് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതലും ലോക്കിംഗ് സിസ്റ്റത്തിൽ അത്രയും എഫിഷ്യന്റ് അല്ല. ബട്ട് ഞാനാണെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ക്യാഷും കാര്യങ്ങളും ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗുണ്ട്, ആ ബാഗിലാണ് കൂടുതലും സൂക്ഷിക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത്രയും വറീഡ് ആവണ്ട ക്യാഷിന്റെ കാര്യത്തില്. അപ്പം ബാക്കിയുള്ള വാല്യുബിൾ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴാണ് ശരിക്കും സെക്കൻഡ് തവണ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഞാൻ ലാപ്പ് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടൈം ചിലപ്പോൾ കൊണ്ടുപോകാൻ പേടിയുള്ള കാര്യങ്ങൾ ആൾക്കാരെങ്ങനാണ് എന്താണ് നമുക്ക് ശരിക്കും അറിയില്ല. അപ്പൊ അങ്ങനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൾക്കാരെ മനസ്സിലാവുന്നത് വരെ എങ്കിലും
ചിലപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു തീരുമാനമാണെങ്കിലും അതും ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇപ്പം ലാപ്പ് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യുബിൾ കാര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോവുക. അത് പറ്റുമെങ്കിൽ ലോക്ക് ചെയ്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ മനസ്സിലായി, നമ്മളിപ്പോ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഗട്ട് ഫീലിംഗ് വരുമല്ലോ, ഇവിടെ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. ആ ഒരു ഗട്ട് ഫീലിംഗ് വിശ്വസിക്കുക, ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം ആ ഒരു സാഹചര്യത്തിന്റെ കയ്യിൽ വിടുക. മേളത്തെ ബെഡ് വേണോ താഴത്തെ ബെഡ് വേണോ എന്നായിരിക്കും മാക്സിമം ആൾക്കാർ ചിലപ്പം ആലോചിക്കുന്ന ഒരു കൺസെപ്റ്റ്. ഞാൻ കൂടുതലും താഴത്തെ ബെഡാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ മേളത്തെ ബെഡ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. എനിക്ക് താഴത്തെ ബെഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേളില് പേടിയാണ്. എനിക്ക് താഴത്തെ ബെഡാണ് കംഫർട്ട്. അതുമാത്രമല്ല എന്റെ സാധനങ്ങളൊക്കെ എന്റെ അടുത്ത് തന്നെ കാണും. താഴെ ആവുമ്പോൾ താഴെ തന്നെ എനിക്ക് വെക്കാൻ പറ്റും. മേളോട്ട് കയറി താഴോട്ട് ഇറങ്ങി വന്ന് എനിക്ക് സാധനങ്ങൾ എടുത്ത് മേളോട്ട് തിരിച്ചു കയറേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ ചിലർക്ക് മേളത്തെ ബെഡ് ആയിരിക്കും ഇഷ്ടമാവുന്നത്. കാരണം അവർക്ക് ഇങ്ങനെ മേളോട്ട് കയറി നിൽക്കുന്നതും ആരും അങ്ങനെ ശല്യം ചെയ്യാൻ വരാത്ത അവസ്ഥയിൽ നിൽക്കുന്നതും എല്ലാം ഇഷ്ടമുള്ള ആൾക്കാർ കാണും. അങ്ങനെയും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സജഷൻ എന്ന് വെച്ചാല് നിങ്ങൾ മാക്സിമം ഒരു ടോട്ട് ബാഗോ വല്ലതും കൈ വെക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനം, ഇപ്പൊ വെള്ളമാണെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ഫോണോ ചാർജറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചിപ്സോ അങ്ങനെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ട് ബാഗിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ മേളിൽ നിന്ന് താഴോട്ട് വരികയും അങ്ങനെയുള്ളൊരു പ്രോസസ്സും കൂടെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അതാണ് അവിടെ ടോപ്പ് ബെഡിന്റെയും ഡൗൺ ബെഡിന്റെയും കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് ബാത്റൂം യൂസേജ് ആണ്. കോമൺ ആയിട്ട് ബാത്റൂം യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കൂടുതലും ഒരു ലോഷനോ കാര്യങ്ങളോ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാവരും കൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ബാത്റൂം യൂസേജിന്റെ എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ബാത്റൂം യൂസ് ചെയ്യേണ്ടത് എന്നൊരു സെക്ഷൻ കൂടെ അവിടെ കാണും. അതായത് ഞാനിപ്പം 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. 2nd ഫ്ലോറിലും ആൾക്കാരുണ്ട്. 2nd ഫ്ലോറിൽ ഉള്ള ആൾക്കാർക്ക് കോമൺ ബാത്റൂംസ് ഉണ്ട്. 3rd ഫ്ലോറിലുള്ളവർക്ക് വേറെ ബാത്റൂംസ് ആണ്. അലക്കാൻ കോമൺ ബാത്റൂം മേളിലാണുള്ളത്, 3rd ഫ്ലോറിലാണുള്ളത്. അയയും അവിടെ തന്നെ ആണുള്ളത്. അപ്പം തുണി അലക്കാനാണ് അവിടെ ശരിക്കും ക്യൂ വരുന്നത്. അത് കൂടുതൽ ആൾക്കാർ തുണി അലക്കുന്നത് രാത്രിയിലാണ് വന്നിട്ട്. രാവിലെ എന്തായാലും അവർക്ക് സമയം കാണത്തില്ല. അതുകൊണ്ട് വൈകുന്നേരം വന്നിട്ടാണ് കൂടുതൽ ആൾക്കാരും അലക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ടൈമിങ്സ് നമ്മൾ നോക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. അതായത് ഇപ്പം വൈകുന്നേരമാണ് കൂടുതൽ ആൾക്കാരും അലക്കുന്നത്. രാവിലെ മോസ്റ്റ് ഓഫ് ദ ടൈം അതിപ്പോ ഫ്രീ ആയിട്ടാണെങ്കിൽ നമുക്ക് രാവിലെ പോയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമായിരിക്കും. രാവിലെ പോയിട്ട് നമുക്ക് അത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു പാർട്ട് ഓഫ് ജോലി തീരുവാണ് അവിടെ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ആദ്യമേ അവിടെ പോയി അനലൈസ് ചെയ്യുക, ആരൊക്കെയാണ് ഇപ്പൊ രാവിലെ ബാത്റൂം യൂസ് ചെയ്യുന്ന ഒരു ക്രൗഡ് എങ്ങനെയാണ്, വൈകുന്നേരം എങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു ടൈമിങ് നിങ്ങൾ സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തെ ഒരു പ്രശ്നമേ കാണത്തുള്ളൂ. ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ മാക്സിമം വാർഡന്റെ നമ്പറും ആ ഓണറിന്റെ നമ്പറും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മേടിച്ചു വെക്കുക. അതാണ് കീപ്പ് ചെയ്യേണ്ട മെയിൻ കാര്യം. കാരണം ഫോൺ നമ്പേഴ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോവാണ്, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഫുഡ്, ഞാനിപ്പം നിൽക്കുന്നത് ഹോസ്റ്റൽ വിത്ത് ഫുഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പൊ അവിടെ നമുക്കിപ്പോ ഫുഡ് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് വഴി അറിയില്ല, തിരിച്ചു വരാൻ ലേറ്റ് ആവും എന്ന കേസിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള് വേണം. അതുകൊണ്ട് നമ്മൾ വാർഡൻ നമ്പേഴ്സ് കീപ്പ് ചെയ്യുക. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടുകാരെ പോലും അറിയിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ, നിങ്ങളിപ്പോ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്, ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ റൂംമേറ്റ്സിന്റെ കൂടെ നമ്പേഴ്സ് കീപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരാളുടെ എങ്കിലും നമ്പർ കീപ്പ് ചെയ്യുക. അഥവാ നമുക്ക് വാർഡനെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ വിളിച്ച് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ ട്രിക്കോ പറയാനുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യണേ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.